This is Inam Rahman reads the main news. Raghu Gupta first time MLA named as Delhi CM. BJP Legislative Party meeting selects Shalim Harboh, legislator, to hold the top post. She will become the first woman chief minister in the capital. Oath taking today to Ramila Maidan. No one can argue with me. Trump on reciprocal tariffs. US President Donald Trump has said that he had made it clear to Prime Minister Narendra Modi that India would not be spared from Washington's reciprocal tariffs, embracing that no one can argue with me on tariff structure. Yash Walker helped Vidarbha take from grip semi-final. Yash Tanat scored a second half century on the match, ensured that Vidarbha did not surrender the advantage to Mumbai in its Ranji Trophy semi-finals at the Vidarbha Cricket Association Stadium. ഇനി MTQ വാർത്തകൾ. സംസ്ഥാന മദ്രസ സർഗമേളയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഇഫ ഐഷ ഹാരിസ് എന്നിവർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. ക്യാമ്പസിലെ സോളാർ പാനൽ വർക്കുകൾ പൂർത്തിയായി. ഉടനെ തന്നെ പ്രവർത്തനം സജ്ജമാകും. കുട്ടികൾക്കായി ടർഫിൻ്റെ പണികൾ ആരംഭിച്ചു. MTQ അലുമിനി അത്തീഫ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ കാനഡയിലെ വിശേഷങ്ങൾ അസംബ്ലിയിൽ പങ്കുവച്ചു. MTQ അയൽക്കൂട്ടായ്മയുടെ കിഡ്നി രോഗനിർണയ ക്യാമ്പ് ശ്രദ്ധേയമായി. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോട് ചേരുന്നു അയൽക്കൂട്ടായ്മയുടെ പ്രസിഡന്റ് അയ്യൂബ് സാഹിബ്. കഴിഞ്ഞ 16/2/2025 MTQ അയൽക്കൂട്ടായ്മയും ഹെൽപ്പിംഗ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിയ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് വളരെ വിജയകരമായ രീതിയിൽ പര്യവസാനിച്ചു. നല്ല രീതിയിലുള്ള ജനങ്ങളുടെ ഒരു സഹകരണം ആ വിഷയത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം 300ഓളം ആളുകളെ ആ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐ ആം RJ മാജിദ്. MTQ റേഡിയോയുടെ ആദ്യ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും നൽകിയ പിന്തുണ വലിയ ഊർജ്ജമാണ് ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നത്. വ്യത്യസ്ത പ്രോഗ്രാമുമായി ജൈത്രയാത്ര നാം തുടരുകയാണ്. ഏവർക്കും MTQ FM റേഡിയോയുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ ഖുർആൻ സംബന്ധിയായ പഠനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയവരാണ് നാം. ഖുർആൻ ദൈവികമാണെന്നും ആ ഖുർആനിൻ്റെ പഠനം മനുഷ്യരാശി ഏറ്റെടുക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ MM അക്ബർ സാഹിബിൻ്റെ വാക്കുകൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ഓൺ MTQ FM റേഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മനുഷ്യർക്ക് ആകമാനമുള്ള മാർഗദർശനത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇങ്ങനെയുള്ള ഖുർആൻ അതിൻ്റെ അവതരണ മാസമാണ് റമദാൻ. ഈ മനുഷ്യർക്കുള്ള മാർഗദർശക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് കൃത്യമായി വിച്ഛേദിച്ചു കൊടുക്കുന്ന സത്യാസത്യ വിവേചകമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥം മാത്രമാണ് ഭൂമിയിൽ പടച്ചവൻ്റേത് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. മറ്റ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊന്നും തന്നെ ദൈവികം എന്ന് ഉള്ള സ്വയം പ്രഖ്യാപനം നമുക്ക് കാണില്ല. ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം തുടങ്ങിയ കൃത്യമായ വചനങ്ങൾ, അഥവാ പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ആ നിലക്ക് തന്നെ പരിശുദ്ധ ഖുർആനിനെ പരിശോധനാ വിധേയമാക്കാൻ ഓരോ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. ദൈവികം എന്ന് നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റേത് എന്നുള്ള നിലക്ക് നിലനിൽക്കുന്ന ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അങ്ങനെ ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകകളാകാനും വേണ്ടി പരിശീലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഖുർആനിനെ അത് അതേപോലെ തന്നെ നിലനിർത്തുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത എന്നുള്ള നിലക്കാണ് ഖുർആൻ പൂർണ്ണമായും ഹൃദിസ്ഥമാക്കിയ ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ തലമുറകളിലും നിലനിന്നിട്ടുണ്ട്. ആ നിലനിൽപ്പിൻ്റെ ഒരു തുടർച്ചയാണ് ഖുർആൻ പഠിക്കുന്ന ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം പഠിക്കാനും മനസ്സിലാക്കാനും ഹൃദിസ്ഥമാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമെല്ലാമുള്ള പരിശ്രമങ്ങൾ വളരെ വലുതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും ഖുർആൻ പഠിതാക്കൾക്ക് ദിശാബോധമേകുന്ന വാക്കുകളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു പുസ്തക പരിചയത്തിലേക്ക് കടക്കാം. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ദുൽ മുത്തക്കബ്ബിർ വായിച്ച പുസ്തകത്തെ ശ്രോതാക്കൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈയിടെ വായിക്കാനിടയായ ഒരു പുസ്തകമാണ് മാധവിക്കുട്ടിയുടെ എൻ്റെ അമ്മ എന്നത്. മാതൃത്വത്തിൻ്റെ സ്നേഹവും ത്യാഗവും എഴുതിയിരിക്കുന്ന ഈ നോവലിൽ തൻ്റെ ബാല്യകാല ഓർമ്മകളും അമ്മയുടെ കരുതലും കമലാദാസ് ഓർത്തെടുക്കുന്നുണ്ട്. കുടുംബ ബന്ധത്തിൻ്റെ ഭംഗി ഈ പുസ്തകത്തിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അമ്മയുടെ മഹത്വം തുറന്നു കാണിക്കുന്ന ഓർമ്മകളുടെ പെരുമഴയാണ് ഇതിലുടനീളം. സ്നേഹം, ക്ഷമ, സഹിഷ്ണുത എന്നീ സൽഗുണങ്ങൾക്കുള്ള ഉദാഹരണം കൂടിയായ ഈ കൃതി തൻ്റെ ജീവിതത്തിൽ എഴുതിയ ഒരു മഹത്വമേറിയ പുസ്തകമാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമായ മാധവിക്കുട്ടി തൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിപ്പറഞ്ഞ ഈ പുസ്തകം മലയാളി വായിച്ചില്ലെങ്കിൽ ഇതൊരു തീരാ നഷ്ടമായിരിക്കും. പുതിയ പുസ്തക വിശേഷങ്ങളുമായി വീണ്ടും വരാം. ശുഭദിനം. സുഹൃത്തുക്കളെ, അമലുസ്വാലിഹാത്തുകളുടെയും പാപമോചനത്തിൻ്റെയും മാസം പരിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. ഒരു വീണ്ടും വിചാരത്തിന്, ആത്മസംസ്കരണത്തിന് കേൾക്കാം. ഹാഫിൽ സമീർ റഹ്മാൻ നമ്മോട് സംസാരിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുഅ്മിനുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് ഏറെ അടുത്തിരിക്കുകയാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസം എന്നത് ഏറെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന അവരുടെ ദിനരാത്രങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ സാധാരണയിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും നന്മകളിലൂടെ അനേകം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുമുള്ള സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഒരു വിശ്വാസിക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവൻ്റെ വിശുദ്ധ വചനങ്ങളിലൂടെ ലോകത്തോട് പറയുന്നു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ മാസം. ഇങ്ങനെ ഏറെ അനുഗ്രഹീതമായ ഈ മാസത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ആ മാസത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ അവൻ്റെ പാപമോചനത്തിന് ആ റമദാൻ മാസം കാരണമായി തീരാതെ അനേകം സൽക്കർമ്മങ്ങളിലൂടെ നന്മകൾ വാരിക്കൂട്ടാൻ സാധിക്കാതെ ഈ റമദാൻ മാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവനിൽ നിന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറയുകയും ചെയ്ത ഒരു സംഭവം നമുക്ക് ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനാൽ സഹോദരങ്ങളെ,
അള്ളാഹു നമുക്ക് ആയുസ് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റമദാനിനെ അതിൻ്റെ ഏറ്റവും അർഹമായ രീതിയിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരവേൽക്കാനും ആ റമദാൻ മാസം മുഴുവനും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അതിനു വേണ്ടി ആത്മാർത്ഥമായി നിയ്യത്ത് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി അറബി വാർത്തകളുടെ സമയമാണ്. സ്റ്റുഡിയോയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്വാലിഹ സലാം. السلام عليكم، مرحبا بكم في نشرة الأخبار لليوم. معكم صالحة سلام. نبدأ بأهم الأخبار الدولية. الأمم المتحدة تحذر من أزمة الغذاء العالمية. حذر الأمين العام للأمم المتحدة من ارتفاع الأسعار الغذائية في العالم، وأكد على ضرورة العمل الدولي لحل هذه الأزمة. من أخبار كيرلا، بداية المؤتمر الاقتصادي في كوشين. انطلق اليوم في مدينة كوشين المؤتمر الاقتصادي السنوي بمشاركة شركات كبرى ومستثمرين من مختلف البلاد. من أخبار الرياضة، فريق كيرلا يحقق فوز مهما في بطولة رنجي. فاز فريق كيرلا لكرة كريكت في مباراته الأخيرة ضد فريق مهاراشترا، مما يقربه من التأهل إلى النهائي. هنا نصل إلى نهاية نشرتنا لليوم. كان معكم صالحة سلام. شكرا لكم لحسن استماعكم. السلام عليكم ورحمة الله وبركاته. അടുത്തതായി ഹദീസ് ക്ലാസ് അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സജ്ജാദ് ഉസ്താദാണ്. ബീഹാർ സ്വദേശിയായ അദ്ദേഹം 15 വർഷത്തിലേറെയായി MTQ സജീവ സാന്നിധ്യമാണ്. ഉറുദുവിലുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ സംസാരം നമുക്ക് കേൾക്കാം. अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुह। आज मैं आपके सामने एक हदीस बयान कर रहा हूँ हुस्न खुल्क के बारे में। हज़रत अब्दुल्लाह इब्न अम्र रज़ियल्लाहु अन्हु से रिवायत है कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, इन्न मिन खयारिकुम अहसनुकुम अखलाक़ा। बुखारी की हदीस है। इसका तर्जमा यह है, तुम में सबसे बेहतर वो शख्स है जिसके अखलाक सबसे अच्छे हों। अखलाक की फजीलत, हुस्न अखलाक जन्नत में ले जाने वाला अमल है। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, क़यामत के दिन मोमिन के मीज़ान में अच्छे अखलाक से ज़्यादा भारी कोई चीज़ ना होगी। नंबर 2, हुस्न अखलाक रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम की बिअसत का मकसद है। नबी करीम सल्लल्लाहु अलैहि वसल्लम ने फरमाया, बेशक मैं अच्छे अखलाक की तकमील के लिए भेजा गया हूँ। नंबर 3, अच्छे अखलाक वाले नबी के करीब होंगे। रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने फरमाया, क़यामत के दिन मेरे सबसे ज़्यादा करीब वो शख्स होगा जो तुम में सबसे ज़्यादा अच्छे अखलाक वाला होगा। नतीजा, इस्लाम में हुस्न अखलाक को आला दर्जे की नेकियों में शुमार किया गया है। अच्छे अखलाक न सिर्फ लोगों के दरमियान महब्बत व उल्फत पैदा करते हैं, बल्कि आखिरत में कामयाबी का ज़रिया भी बनते हैं। हमें चाहिए कि हम नबी करीम सल्लल्लाहु अलैहि वसल्लम की तालीमात के मुताबिक अपने अखलाक को संवारें और दूसरों के साथ अच्छे बर्ताव से पेश आएँ। അടുത്തതായി മൂസ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിലെ ഒരേട് പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ കിൻസ. ഫിർഔനിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക്, നിറമാർന്നുള്ള കഥയും കേട്ട് 2 നയനം പൂട്ടി എൻ്റെ മകളുറങ്ങ്. നായിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിൽ ഒരു ആൺകുട്ടി. ഫിർഔനിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക്. ഇനി നമ്മോട് സംസാരിക്കുന്നത് അയസ് സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും MTQയിലേക്ക് വന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഇസ്മായിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
என்னுடைய பேர் இஸ்மாயில். நான் பிறந்ததும் வளர்ந்ததும் பாண்டிச்சேரியில் தான். என்னுடைய வயது 14. நான் 6ஆம் கிளாஸ் வரைக்கும் தான் தமிழ்நாட்டில் படித்தேன். அந்த டைமில் தான் என்னுடைய பக்கத்து வீட்டுக்காருடைய பையன் மலப்புரம் தானூர் MTQவில் சேர்ந்தது என்னுடைய பேரண்ட்டுக்கு தெரிய வந்தது. அவரோட பேரண்ட் பேசியதுக்கப்புறம் தான் தெரிஞ்சது இங்கே குர்ஆன் படிக்கிறதுக்கும் ஸ்கூல் படிக்கிறதுக்கும் நல்ல வசதியாக இருக்கும் என்னது. நான் இங்கே 7ஆம் கிளாஸில் தான் ஜாயின் ചെയ്തேன். கடந்த 2 வருடங்களாയി ഞാൻ என் வாழ்க்கையை MTQவில் அனுபவித்து வருகிறேன். ரெசிடென்ஷியல் கேம்பஸ் ஆயதுனால நான் நிறைய மலையாளி பசங்கள் கூட மிங்கிள் ஆகுனதினால் தமிழை நான் மறந்துட்டேனா என்னது எனக்கு சந்தேகமாக இருக்குது. இப்போவும் எனக்கு மலையாளம் பேசுகிறதுக்கும் எழுதுறதுக்கும் வாசிக்கிறதுக்கும் நல்லாவே தெரியும். எனக்கு MTQவில் உஸ்தாத்மாரும் ஸ்கூல் ஆசிரியர்மாரும் எனக்கு ரொம்ப நல்லாவே பிடிக்கும். അവർക്കും എന്നെ ரொம்ப പിടിക്കും. ഐ ലവ് ഖുർആൻ, ഐ ലവ് MTQ. ഏത് കാര്യത്തിൻ്റെയും രഹസ്യമറിയാൻ കൗതുകമുള്ളവരാണ് നാം. വളരെ വിചിത്രമായ ഏതാനും കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നു ഇഹ്സാ മുർഷിദ് കൗതുകജാലകത്തിലൂടെ. കൊതുക് കടിക്കാത്തവർ ആരും തന്നെ ഉണ്ടായില്ല. കടിച്ച ഭാഗം വീർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? കൊതുക് കടിയേൽക്കുമ്പോൾ കൊതുകിൻ്റെ ഉമിനീർ നമ്മുടെ രക്തത്തിലെത്തുന്നു. ശരീരം ഈ ഉമിനീരിനെ ഒരു അന്യവസ്തുവായി കാണുകയും അവയെ നശിപ്പിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് ഹിസ്റ്റമിൻ എന്ന രാസവസ്തു ക്ഷയിക്കുകയും ചെയ്യുന്നതാണ് ചൊറിച്ചിലിനും വീക്കത്തിനും കാരണം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? കഴിവും മികവുമുള്ള ഒരുപാട് ചുണക്കുട്ടികൾ ഇനിയുമുണ്ട് MTQയിൽ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. Stay tuned on MTQ FM Radio. Goodbye.